ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, നിർബന്ധമായിട്ടും നിങ്ങൾ മുഴുവനും കാണണം. കാരണം എന്താ വെച്ചാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് റിവിഷൻ ആണ്, രണ്ടാമത്തേത് എന്താ നിങ്ങൾക്കറിയോ? എക്സാമുകളാണ്. അതെ, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്, ആ ചോദ്യങ്ങൾ വന്നാൽ ഏതൊക്കെ രീതിയിൽ ഞാൻ ചിന്തിക്കണം, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. സോ എക്സാമിനും റിവിഷനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സൈലത്തിന്റെ അസ്ത്ര ബാച്ച് മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആപ്പിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്, ആ എക്സാമുകൾ കണ്ടക്ട് ചെയ്തതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് മാർക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ചാനൽ, അതായത് വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിലുണ്ട്, ഇപ്പൊ തന്നെ പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരുപാട് കുട്ടികൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. സോ മക്കളെ, ഇതാണ് നമ്മുടെ സൈലം SSC ചാനൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ നേരെ ആപ്പിലേക്ക് കിടക്കുകയാണ്. ആപ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ ഈ ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ, കാരണം അത്രയധികം ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സാമുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് കാണാം. ഇതേപോലെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ബയോളജി അസ്ത്ര ബാച്ചിൽ പ്രിറ്റി മിസ്സിന്റെ ക്ലാസ് ആണ് 8:30. നിങ്ങൾക്ക് കറക്റ്റ് ടൈമും ഷെഡ്യൂളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസം ഏതൊക്കെ ക്ലാസ് ആണ് വരുന്നത് ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൂടെ എല്ലാ ദിവസവും ലൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ പേടിക്കേണ്ട, നിങ്ങളുടെ സ്കൂളിന്റെ സമയത്ത് ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചത്, ഇവിടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇവിടെ മൈ ബാച്ചസ് കാണാം. അതായത് നിങ്ങളിപ്പോൾ എടുത്ത ബാച്ച് തന്നെയാണ്. അതിൽ ഞാൻ അസ്ത്ര ബാച്ചാണ് എടുക്കാൻ പോകുന്നത്. ചെങ്കപ്പോ അസ്ത്ര ബാച്ച് മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് എടുക്കാം. അപ്പൊ അതിൽ നമ്മുടെ പ്രിറ്റി മിസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഇതിൽ നിങ്ങൾ പോയി നോക്കേണ്ടത്, ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എക്സാം ഷെഡ്യൂൾ ചിലപ്പോൾ കഴിഞ്ഞ എക്സാമുകൾ ഉണ്ടാവും. ഞാനിപ്പോൾ കഴിഞ്ഞ യൂണിറ്റ് ടെസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എക്സാമുകൾ വരാനുണ്ട് എങ്കിൽ അത് അവിടെ എന്താക്കും, ഷെഡ്യൂൾ ആയിട്ട് കാണാം. വീക്ക്ലി ഷെഡ്യൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഷെഡ്യൂളുകളൊക്കെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്കമിങ് ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിന് ജസ്റ്റ് കാണിച്ചതാണ് ഒരു കുട്ടി എങ്ങനെയാണ് സൈലം ആപ്പിലൂടെ എക്സാം എഴുതുന്നത് എന്ന്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതിൽ നിങ്ങൾ ഇങ്ങനെ പോയാൽ, ഞാൻ ഇപ്പോൾ മാത്തമാറ്റിക്സിനാണ് കാണിച്ചത്, ഇങ്ങോട്ട് നീക്കി പോയാൽ നിങ്ങൾക്ക് അവിടെ മാത്തമാറ്റിക്സ് കാണാൻ പറ്റും. ഇത്രയും ചാപ്റ്റേഴ്സുകൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. മാത്സിന്റെ റിവിഷൻ ഫസ്റ്റ് ബാച്ചിൽ കവർ ചെയ്തതാണ്. ഈ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ടിങ് മുതൽ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. കാരണം 12-ാം തീയതിയാണ് സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ആദ്യ ചാപ്റ്റർ മുതൽ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് ഇനി മിസ്സാവില്ല. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സർക്കിൾസ്, പിന്നെ ഓൾ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് പറഞ്ഞുതരാം. അരിത്മെറ്റിക് സീക്വൻസ് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഏകദേശം 7 ലൈവുകളായിട്ടാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തത്. ഒന്നാമത്തെ ചാപ്റ്റർ മൊത്തത്തിൽ 11 വീഡിയോസുകളായിട്ട് ലൈവുകളായിട്ട്. മൂന്നാമത്തെ ചാപ്റ്റർ ആദ്യത്തെ ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. യെസ്. പിന്നെ ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ റിവിഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മക്കളെ അത്രയും, അതായത് ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ റിവിഷനുകളാണ് ആവശ്യം. ഇപ്പോൾ ചാപ്റ്ററിന്റെ റിവിഷൻ കഴിഞ്ഞു, പിന്നെ അല്ലാതെ റിവിഷൻ ഈ ലൈവിൽ തന്നെ വേറെയും കഴിയും. ഒരുപാട് റിവിഷനുകൾ നിങ്ങൾ നടത്തും. അപ്പൊ ഞാൻ ഒന്നാമത്തെ ചാപ്റ്റർ എക്സാമുകൾ കാണിച്ചു തരാം. ഇത്രയും പാർട്ടുകൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്റർ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ യൂട്യൂബിൽ ഇപ്പൊ ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ കണ്ട 4 വീഡിയോസ് ആണ് എങ്കിൽ ഇത്ര പാർട്ടുകളായിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, നിങ്ങൾക്ക് ആപ്പിലൂടെ തരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത്, സാർ ഞാൻ യൂട്യൂബ് ക്ലാസ് മാത്രം കണ്ടാൽ പോരെ? യൂട്യൂബ് ക്ലാസ് മാത്രം എന്ന് കിട്ടും, എങ്ങനെ കിട്ടും, എപ്പോൾ കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആപ്പിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ തന്നിട്ടുണ്ടാവും. സോ പ്രിയപ്പെട്ട മക്കളെ, അതിലുള്ള DPP-ലാണ് നമുക്ക് ആവശ്യം കേട്ടോ. സോറി, അതിൽ DPP PDF-ലാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലാണ് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവുക. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും ഇത് മലയാളം മീഡിയത്തിന്റെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിനാണ് ഇവിടെ എടുക്കുന്നത്. മലയാളം മീഡിയം കുട്ടികൾക്ക് അത് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. 1 hour ആണ് എക്സാം ഡ്യൂറേഷൻ. മാർക്ക് 30 മാർക്കിനാണ്. സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ടൈം ആകുമ്പോൾ അത് ഓപ്പൺ ആവും. ആ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ടൈം ആകുമ്പോൾ ഓപ്പൺ ആവും. അത് വെച്ച് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻസുകളും യൂണിറ്റ് ടെസ്റ്റുകൾ, ഇനി ഇത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി കൺവേർട്ട് അല്ലെങ്കിലും എന്താക്കുക മെർജ് ചെയ്തിട്ട് മറ്റൊരു എക്സാം ഉണ്ടാവും. ഒരുപാട് എക്സാമുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്സാം ഒക്കെ കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ഇടുക എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മൾ മാർക്ക് ഇടുക? സെൽഫ് ഇവാലുവേഷൻ ആണ്. പക്ഷെ അത് വൃത്തിയിലായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം മക്കളെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുത്തത്. ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ട് എന്തായിരിക്കും എന്നറിയോ? ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് എവിടെയൊക്കെ മാർക്ക് കുറഞ്ഞു, ഏതൊക്കെ സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നമ്മൾ സാധാരണ സ്കൂളൊക്കെ നടത്തുന്ന എക്സാം ടീച്ചേഴ്സ് ഇങ്ങനെ മാർക്ക് ഇട്ട് തരാം. ഏതൊക്കെ സ്റ്റെപ്പിനാണ് മാർക്ക് തന്നതെന്നൊന്നും നമുക്കറിയില്ല.
പക്ഷെ ഏതൊക്കെ സ്റ്റെപ്പ് എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്ക് സിസ്റ്റം മുന്നോട്ട് പോകുന്നതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൃത്യമായുള്ള വീഡിയോ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടാണ്. കണ്ടില്ലേ, ആ ഒരു ക്വസ്റ്റ്യനും മലയാളം മീഡിയം കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ഒരേപോലെ ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക്, ഈ സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക്, അതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പഠിപ്പിച്ചു തന്നതാണ്. ആരൊക്കെ ചെയ്ത് നോക്കട്ടെ. നമുക്കറിയാം ഇത് എണ്ണൽ സംഖ്യകളാണ് ഞാൻ ക്വസ്റ്റ്യൻ വരാറുള്ളത് പൊതുവെ. ആ കാരണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് 210 ആണ്. സോ രണ്ടാമത്തെ ആൻസർ 5 × 210. അത് അത്രയും സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും മാർക്ക് കൊടുക്കും. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പൊ ഒരു കുട്ടി എന്താക്കുന്നു, സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നു. സെൽഫായിട്ട് ആ കുട്ടിക്ക് എന്താക്കുന്നു, എന്തൊക്കെയാണ് അതിന്റെ മാർക്കുകൾ എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. യെസ്. അപ്പൊ ഇനി ഇത് കുട്ടികളുടെ ഇതിന്റെ കമന്റ്സുകൾ ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം കേട്ടോ. അതിലെ കുട്ടികൾ ഇട്ട കമന്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ കുട്ടിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട്, ഓരോ ക്ലാസ്സുകളും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് കുട്ടികൾ തന്നെ എന്താക്കും കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇത് 10ാമത്തെ പാർട്ടാണ്. എങ്ങനെ മൊത്തത്തിൽ അങ്ങ് പോകും. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ക്ലാസ്സുകളാണ്, യാതൊരു സംശയമില്ല. കാരണം ഓരോ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകൾ, ഞാൻ ഇപ്പം എൻ്റെ അല്ലട്ടോ പറഞ്ഞത്, എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകളുടെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിഗംഭീരം എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. വെറും ഞാൻ പറഞ്ഞുതരാം, 4250 രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾ ഫീസായിട്ട് കൊടുക്കേണ്ടത്. നമ്പർ എഴുതി വെച്ചോളൂ, 9995 400 800. അത് 999 5 400 800 ഈ നമ്പറിൽ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. ഇന്ന് ഷാഹിദ് സാർ പറഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ. സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. 12ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ബൈ.